ഭൂമിക്ക് തണലൊരുക്കാൻ കാസർഗോഡ് നീലേശ്വരത്ത് ഒരു തണലുണ്ട്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി 2 പതിറ്റാണ്ടിലേറെയായി നീലേശ്വരത്ത് തണൽ എന്ന സംഘടന പ്രവർത്തിക്കുകയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ആ സംഘടനയുടെ വിശേഷങ്ങളൊന്ന് നോക്കി വരാം. നീലേശ്വരം കോട്ടം ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന്റെ കുളത്തോട് ചേർന്നുള്ള പൂങ്കാവനമാണിത്. വർഷങ്ങൾക്ക് മുമ്പ് കാടുമൂടി കിടന്ന പ്രദേശം ഇക്കാണുന്ന പൂങ്കാവനമാക്കി മാറ്റിയത് പടിഞ്ഞാറ്റംകുഴവലിലെ തണലിന്റെ നേതൃത്വത്തിലാണ്. തണൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ഥലം വൃത്തിയാക്കി ഔഷധമരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. മരങ്ങളുടെ ശാസ്ത്രനാമങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തി. ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികളാണ് പഠനത്തിനായി തണൽ ഉദ്യാനത്തിലെത്തുന്നത്. പൂങ്കാവനത്തിൽ പാരിജാതം, ചമത, ലക്ഷ്മിതരു, അശോകം, മന്ദാരം, കണിക്കൊന്ന, സ്വർണ്ണമല്ലി, ഇലങ്ങി തുടങ്ങിയവയും ഔഷധ സസ്യങ്ങളായ വേപ്പ്, കറിവേപ്പ്, ഉങ്ങ്, കരിങ്ങാലി തുടങ്ങിയവയും പേര, ഞാവൽ, നെല്ലി, ബേർഡ്സ് ചെറി തുടങ്ങിയ ഫലവൃക്ഷങ്ങളുമുണ്ട്. ക്ഷേത്ര പരിസരങ്ങളിലും നക്ഷത്രവൃക്ഷങ്ങളടക്കം വെച്ച് ഹരിതാഭമാക്കി മാറ്റി. കുളം ജലസമൃദ്ധമാക്കുക, പൊതുസ്ഥലങ്ങളിൽ പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയായിരുന്നു പ്രവർത്തനം. 22 വർഷം മുമ്പാണ് നീലേശ്വരത്ത് തണൽ സംഘടന രൂപമെടുത്തത്. കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, കോളേജ് സ്കൂൾ അധ്യാപകർ തുടങ്ങി വ്യത്യസ്ത മേഖലയിലുള്ളവരാണ് സംഘടനയിലുള്ളത്. പലപ്പോഴും മദ്യക്കുപ്പികളും മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് കാടുമൂടി കിടക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇത് ഉണ്ടായത്. ഇപ്പോൾ വർഷം തോറും 1-2 തവണ നമ്മളിത് ഇവിടെ വൃത്തിയാക്കി വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു വരുന്നു. മാത്രമല്ല, കുട്ടികൾക്കും മറ്റും വന്ന് വിവിധ വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കാനായി അത് മരങ്ങൾക്കൊക്കെ ബോർഡുകൾ തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ നാമം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഔഷധ സസ്യോദ്യാനമായി ഇതിനെ നമ്മൾ മാറ്റിയിരിക്കുകയാണ്. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. സൗജന്യമായി വൃക്ഷത്തൈകൾ വിതരണം ചെയ്യാറുണ്ട്. പൊതുസ്ഥലത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്ത മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. മാലിന്യങ്ങൾ തള്ളിയ സ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി കാട് വെട്ടിത്തെളിച്ച് വാഴ, കപ്പ, ചേന തുടങ്ങിയവ കൃഷി ചെയ്ത വഴികാട്ടിയായി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സൗജന്യമായി എല്ലാ വർഷവും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യാറുണ്ട്. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കൊപ്പം സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ സേവന മേഖലകളിലും തണൽ പ്രവർത്തിക്കുന്നു. കൈരളി ന്യൂസ്, കാസർഗോഡ്.